അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ശരിക്കും വ്ളോഗ് എടുക്കാൻ പ്ലാനൊന്നുമില്ലായിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് 2 months ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്, മെയിൻലി ബിക്കോസ് ഓഫ് സം ഹെൽത്ത് ഇഷ്യൂസ്. ഇന്ന് ഞാൻ ലഞ്ച് കുക്ക് ചെയ്യുമ്പം പെട്ടെന്ന് ഐ ഫെൽറ്റ് ലൈക്ക് പിക്കിംഗ് അപ്പ് ദ ക്യാമറ അഗെയിൻ. ലഞ്ചൊക്കെ ഓൾമോസ്റ്റ് ഡൺ ആയിരുന്നു. റൈസ് ഓൾറെഡി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്നു, സ്പിനാച്ചൊക്കെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഫിഷ് കറിയും സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഓൾമോസ്റ്റ് ഡൺ ആയിരുന്നു. ഓണസ്റ്റ്ലി ഇത്ര ലോങ് ബ്രേക്ക് എടുത്തിട്ട് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡാണ്. ഈവൻ വെൻ വ്ളോഗിങ് ഈസ് സംതിങ് ഐ ജെന്യുൻലി ലവ്. ചില ഡേയ്സൊക്കെ ഭയങ്കര ലേസി ആയിട്ട് ഫീൽ ചെയ്യും, എഡിറ്റിങ്ങും വോയിസ് ഓവറും ഒക്കെ ആലോചിച്ചിട്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ലൈഫ് ഇങ്ങനെ ബിസി ആയിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ബട്ട് എന്നെ തിരിച്ച് പുള്ള് ചെയ്യുന്നത് എന്താണെന്നറിയോ? റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ശരിക്കും ഇൻസ്പയർ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഇൻസ്റ്റയിൽ വരുന്ന ഓരോ അൺഎക്സ്പെക്റ്റഡ് മെസ്സേജസും. കുറച്ചാണെങ്കിലും അതെന്നെ ശരിക്കും റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ഫ്രം സ്ട്രേഞ്ചേഴ്സ്. ഞാൻ ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ സ്റ്റിൽ ടേക്ക് എ മൊമെൻറ്റ് ടു സേ സംതിങ് കൈൻഡ്. ഓഫ് കോഴ്സ് കുറച്ച് ഫ്രണ്ട്സും ഉണ്ട് എനിക്ക് എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നത്. ബട്ട് ഈ ഒരു ജേണിയിൽ ഞാൻ റിയലൈസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, കൂടുതലും നമ്മളറിയാത്ത ആൾക്കാരാണ് നമ്മളെ വർക്കിനെ ട്രൂലി അപ്രീഷിയേറ്റ് ചെയ്യുക. പിന്നെ റിലേറ്റീവ്സ്, ഓണസ്റ്റ്ലി മോസ്റ്റ് കേസസിൽ അവരായിരിക്കും നമ്മളെ ഫസ്റ്റ് ക്രിറ്റിസൈസ് ചെയ്യുക. അവർക്ക് അവരുടേതായിട്ടൊന്നും ചെയ്യാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. ബട്ട് സംഹൗ ദേ വിൽ ഹാവ് ടൈം ടു പുൾ യു ഡൗൺ. എനിക്ക് ബിഗിനിങ് തൊട്ടേ കുറേ ക്രിറ്റിസിസമൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആൻഡ് ഈവൻ നൗ. നമ്മൾ എത്ര സ്ട്രോങ് ആണെങ്കിലും ചില ടൈമിൽ അത് നമ്മളെ ഹിറ്റ് ചെയ്യും. ഇറ്റ് മേക്സ് യു ഡൗട്ട് യുവർ സെൽഫ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിൽ നിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യിപ്പിക്കും നമ്മളെ കൊണ്ട്. ബട്ട് അങ്ങനെ ഒരു ലോവസ്റ്റ് പോയിന്റിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നേരിട്ടറിയാത്ത കുറച്ച് സബ്സ്ക്രൈബേഴ്സിൻ്റെ വേർഡ്സാണ് പിന്നെയും എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പുഷ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് റിലേറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ റിലേറ്റീവ്സിനെയും അല്ല ഉദ്ദേശിക്കുന്നത്. സൈലൻ്റ്ലി സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് റിലേറ്റീവ്സൊക്കെ ഉണ്ട്. പിന്നെ വാട്സാപ്പിൽ വന്നിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ചിലപ്പോൾ നമ്മളെ വ്ളോഗ്സൊക്കെ കാണുന്നുണ്ടാവും, ഒന്നും പറയാണ്ടിരിക്കുന്നതായിരിക്കും. അങ്ങനെയും കുറേ പേരുണ്ടാവും. ഇവരൊന്നും അല്ലാതെ കുറച്ച് പേരുണ്ട് ഹൂ വിൽ ഓൾവേസ് ട്രൈ ടു പുൾ യു ഡൗൺ. ബട്ട് ദാറ്റ്സ് ലൈഫ്. മേ ബി അതുകൊണ്ട് തന്നെ ആയിരിക്കും സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്തു നിന്നുള്ള ഇങ്ങനത്തെ ചെറിയ മെസ്സേജസൊക്കെ ഭയങ്കര ബിഗ്ഗായിട്ട് ഫീൽ ചെയ്യുന്നത്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ ആൾക്കാർക്കും, എവറി സിംഗിൾ പേഴ്സണിനോടും ഞാൻ ട്രൂലി ഗ്രേറ്റ്ഫുള്ളാണ്. ഇനി നമുക്ക് വ്ളോഗിലേക്ക് കിടക്കാം. ഇൻട്രോ കുറച്ച് കൂടിപ്പോയി. എന്നാലും ലഞ്ച് സ്റ്റിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൈസും ഫിഷ് കറിയൊക്കെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് കൂടി ക്വിക്കായിട്ടൊന്ന് തീർക്കട്ടെ. ചില ഡേയ്സ് കുക്കിംഗ് ഒരു ടാസ്ക് പോലെയാണ്. ബട്ട് ചില ഡേയ്സിൽ നല്ല മൂഡിലാവുമ്പം നൈസായിട്ട് ഫീൽ ചെയ്യും. ഇന്ന് സിമ്പിളായിട്ടുള്ള മൊമെൻറ്റ്സ് ആണെങ്കിലും നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. സ്പെഷ്യൽ റെസിപ്പിയോ ബിഗ് മൂമെൻറ്റ്സോ ബിഗ് കുക്കിംഗ് സെഷൻസോ ഒന്നുമില്ല. ജസ്റ്റ് ഒരു നോർമൽ സിമ്പിൾ ലഞ്ച്. ആൻഡ് യെസ്, ഇപ്പോൾ മോനിക്ക് വെക്കേഷനാണ്. സോ നാച്ചുറലി നമ്മളെ ഡെയിലി റുട്ടീനും കുറേ ചേഞ്ചായി. അവൻ്റെ ഉറങ്ങുന്ന ടൈമും എണീക്കുന്ന ടൈമും മൊത്തത്തിൽ അപ്സൈഡ് ഡൗൺ ആണിപ്പോൾ. വെക്കേഷൻ ടൈമിൽ എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നു. കുറച്ച് ഫ്രീഡം, കുറച്ച് ലേസിനെസ്. ആൻഡ് ഓണസ്റ്റ്ലി ഐ എം ലെറ്റിംഗ് ഹിം എൻജോയ് ഇറ്റ്. അതുകൊണ്ട് തന്നെ എൻ്റെ റുട്ടീനും കുറച്ചൊക്കെ ഷിഫ്റ്റായി. ബട്ട് സംഹൗ വി ആർ മാനേജിങ് ഇൻ അവർ ഓൺ വേ. ചില ഡേയ്സ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ല ലേറ്റായിട്ടാണ് കഴിക്കുക. അങ്ങനത്തെ ഡേയ്സ് മോർണിംഗ് ലൈറ്റായിട്ടാണ് എന്തെങ്കിലും കഴിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ലഞ്ച് കുറച്ചുകൂടെ ഹെൽത്തിയർ ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാറുണ്ട്. താങ്ക്ഫുള്ളി അവനക്ക് വെജിറ്റബിൾസൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് അത് തീറ്റിക്കാനുള്ള ടാസ്ക് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ വെജീസൊന്നും എനിക്ക് ഫുഡിൽ സ്നീക്ക് ചെയ്യേണ്ട ആവശ്യവും വരാറില്ല. പിന്നെ ഇന്നെപ്പോലെ തന്നെ അവനക്കും ചോറിൻ്റെ കൂടെ കറിൻ്റെ ആവശ്യമില്ല. നമുക്ക് രണ്ടാൾക്കും കുറേ ഉപ്പേരിയും പിന്നെ ഫിഷ് ഫ്രൈയും, അത് മസ്റ്റാണ്. ഫിഷ് ഫ്രൈ ഇല്ലാത്ത സമയത്ത് ഞാൻ എഗ് പ്ലാന്റോ പൊട്ടേറ്റോ ഒക്കെ ഫ്രൈ ചെയ്യാറുണ്ട്. അതും ഓടും. പക്ഷേ ഫിഷ് ആണെങ്കിലാണ് നമുക്ക് രണ്ടാൾക്കും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ നമ്മളെ പ്ലേറ്റിൽ കൂടുതലും സൈഡ് ഡിഷസ് ആയിരിക്കും ഉണ്ടാവുക, കറീനെയും കാട്ടും. അങ്ങനെയാണ് നമുക്ക് രണ്ടാൾക്കും ഇഷ്ടം. പിന്നെ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല, ഞാൻ കൗണ്ടർ ടോപ്പിൽ നിന്ന് അഡ്ഹസീവ് സ്റ്റിക്കറൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. റീസെൻ്റ്ലി പെസ്റ്റ് കൺട്രോളും ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പെസ്റ്റ് കൺട്രോൾ ചെയ്ത ടൈമിൽ ഞാൻ റിമൂവ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. ഐ തോട്ട് ഇറ്റ് വാസ് ഫൈൻ. ബട്ട് ലേറ്റർ ചില ഏരിയാസിൽ സ്റ്റിക്കർ പ്രോപ്പർലി സ്റ്റെക്ക് ആവാത്ത ഏരിയാസിൽ കോക്രോച്ചസ് ഹൈഡ് ചെയ്യാൻ തുടങ്ങി. സോ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ മുന്നേ ഞാൻ ഫുള്ള് റിമൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓണസ്റ്റ്ലി ഐ ഡിഡ്ന്റ് വോണ്ട് ടു.
നമ്മൾ യൂഷ്വലി എന്തെങ്കിലുമൊക്കെ റിമൂവ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു കാർപ്പറ്റ് തന്നെ നമ്മൾ എടുത്ത് മാറ്റിയാൽ ആ ഏരിയ ഒരു ക്ലീനർ ആൻഡ് ബ്രൈറ്റർ ആയിട്ടല്ലേ ഫീൽ ചെയ്യുക. ബട്ട് ഇവിടെ നേരെ ഓപ്പോസിറ്റായിരുന്നു. റിമൂവ് ചെയ്തപ്പം കിച്ചണ് ശരിക്കും ഡാർക്കറായി. സ്റ്റിക്കറുള്ള ടൈമിൽ കൗണ്ടർ ടോപ്പ് ക്ലീൻ ആണോ അല്ലേ എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഡേർട്ടൊന്നും പെട്ടെന്ന് കാണാത്തതുകൊണ്ട് തന്നെ ഒരു സമാധാനം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ വേറെ ഒന്ന് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ലഞ്ചിൻ്റെ കൂടെ തന്നെ ഈവനിങ് സ്നാക്കും ഡിന്നറും കൂടെ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഈ സ്നാക്ക് ഞാൻ അധികം ഉണ്ടാക്കാറുണ്ട് കേട്ടോ. മോൻക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോക്ലേറ്റിനൊക്കെ ക്രേവ് ചെയ്യുന്ന ടൈമിൽ ഇതൊന്ന് കൊടുത്താൽ സെറ്റാണ്. അവനക്ക് മാത്രമല്ല, എനിക്കും ഹസ്ബൻഡിനും ഒക്കെ ഇത് ഇഷ്ടമാണ്. ഹെൽത്തി ആയതുകൊണ്ട് തന്നെ അധികം ഉണ്ടാക്കി വെക്കാറുമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാ നട്ട്സും എടുത്തിട്ട് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് ഈ നട്ട്സ് യൂസ് ചെയ്യും അങ്ങനെയൊന്നുമില്ല. കയ്യിലെന്താ ഉള്ളത് അതെല്ലാം കൂടെ ഞാൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാറാണുള്ളത്. അപ്പോൾ അത് റോസ്റ്റ് ആവുന്ന ടൈം കൊണ്ട് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ കിഡ്സിൻ്റെ സ്നാക്ക് ബ്രേക്കൊക്കെ കൂടുതലായിരിക്കും. അവരെന്തെങ്കിലും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. യൂഷ്വലി മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് ഞാൻ എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കൊടുക്കാറുള്ളത്. ഈവനിങ് സ്നാക്കായിട്ട് കൂടുതലും ഹെൽത്തി ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. ഫ്രൈഡ് ഐറ്റംസൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. ബട്ട് സ്റ്റിൽ നമുക്ക് ചില ടൈമിൽ ക്രേവിങ്സ് വരും. നമ്മൾക്കും അവൻക്കും ഒക്കെ ചില ടൈമിൽ അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രേവിങ്സ് വരും. അങ്ങനത്തെ ടൈമിൽ ഉണ്ടാക്കാറുമുണ്ട്. നമ്മൾ കുറേ ടൈം കുക്കിങ്ങിലൊക്കെ സ്പെൻഡ് ചെയ്യും. ചില ടൈമിൽ നമ്മൾ തന്നെ ഷുവറായിരിക്കില്ല അവർ കഴിക്കുമോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ പ്ലേറ്റ് ഇങ്ങനെ വരുമ്പോൾ, ഒരു എംപ്റ്റി ആയിട്ടുള്ള പ്ലേറ്റ് വരുമ്പോൾ നമ്മൾ സൂപ്പർ ഹാപ്പിയാവും ആസ് എ മോം. ലെഫ്റ്റ് ഓവേഴ്സ് ഒന്നും ഇല്ലാണ്ട് വെജീസ് ഒന്നും പിക്ക് ചെയ്ത് വെക്കാണ്ടുള്ള എംപ്റ്റി പ്ലേറ്റ്, അത് കാണുമ്പോൾ നമുക്കൊരു ഹാപ്പി ഫീലിംഗ് വരും. ഓക്കെ, ടുഡേയ്സ് മീൽ വാസ് എ വിൻ. എല്ലാ മോമിനും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഷുവറാണ്, അല്ലേ? എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും, ഞാൻ ഡിന്നറും ലഞ്ചും എല്ലാം കൂടെ ഒരേ ടൈമിൽ പ്രിപ്പയർ ചെയ്ത് വെക്കലാണ് എപ്പോഴും ചെയ്യാറുള്ളത്. എനിക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് കിച്ചണിൽ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നു, കുറേ ടൈം സ്പെൻഡ് ചെയ്യുന്നതൊന്നും ഇഷ്ടമല്ല. അപ്പം ഞാൻ ഒരു ടൈമിൽ കയറിയിട്ട് എല്ലാം കൂടെ പ്രിപ്പയർ ചെയ്തിട്ട് ഇറങ്ങും. ഒരു 2 hours എടുത്തിട്ട് എല്ലാം പ്രിപ്പയർ ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് ഇറങ്ങും. അങ്ങനെയാണ് കൂടുതൽ ഉണ്ടാവാറുള്ളത്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചെറുപയറാണ് ഡിന്നറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും ഓൾറെഡി ഉണ്ട് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത്. അതിൻ്റെ കൂടെ തിക്കായിട്ടുള്ള എന്തെങ്കിലും ഇങ്ങനെ കടല, ചെറുപയർ, പരിപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ചപ്പാത്തി കഴിക്കുന്നതിൻ്റെ നമ്പേഴ്സ് കുറയും. അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചപ്പാത്തി കഴിക്കുന്നതിൻ്റെ കൗണ്ട് കുറയും. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ എന്തെങ്കിലും കൂടെ ഉണ്ടാക്കാറുണ്ട്. നേരത്തെ റോസ്റ്റ് ചെയ്തിട്ടുള്ള നട്ട്സൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. കൂടുതൽ പൗഡർ ആക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇത് കടിക്കാൻ കിട്ടണം, അങ്ങനത്തെ രീതിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഞാൻ കുറേ നട്ട്സ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നട്ട്സ് ഹെൽത്തിയാണെന്ന് വെച്ചിട്ട് കുറേ നട്ട്സ് ഒറ്റയടിക്ക് തിന്നുന്നതും അത്ര ഹെൽത്തി അല്ലല്ലോ. അപ്പോൾ ഈ സ്നാക്കിൻ്റെ ഒരു പ്രോബ്ലം അതാണ്. നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഇരുന്ന് തിന്നുപോകും. ഞാനൊരു ബിഗ് ബാച്ച് ഉണ്ടാക്കി സ്റ്റോർ ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അത് ഒറ്റയടിക്ക് തിന്ന് തീർക്കും. അതുകൊണ്ട് ഞാൻ നട്ട്സൊക്കെ എടുത്തിട്ട് ഒരു 2 or 3 ഡേയ്സിന് വേണ്ടിയിട്ടുള്ള നട്ട്സ് എടുത്തിട്ട് റോസ്റ്റ് ചെയ്ത് ക്രഷ് ചെയ്ത് വെച്ചിട്ട് ആവശ്യമുള്ളത് മാത്രം ടിന്നിൽ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് ആവശ്യമുള്ളപ്പം മാത്രം ഡേറ്റ്സുമായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് കഴിക്കുകയും ചെയ്യാം, ഓവർ ഈറ്റിംഗ് ഉണ്ടാവുകയില്ല. മോസ്റ്റ് ഈവനിങ്സ് നമ്മൾ പാർക്കിൽ പോകാറുണ്ട്. നല്ല ചൂടായതുകൊണ്ട് തന്നെ ചില ഡേയ്സൊക്കെ സ്കിപ്പ് ചെയ്യും. ബട്ട് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഫുൾ ഡേ വീട്ടിലിരുന്ന് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അധികവും പോകാറുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ പോവും. പിന്നെ അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അവരുടെ എനർജി ഒന്ന് പുറത്തേക്ക് എടുക്കണ്ടേ, എനർജി റിലീസ് ചെയ്യണ്ടേ. അല്ലെങ്കിൽ ഹോമിൽ സൂപ്പർ ഹൈപ്പർ ആയിരിക്കും അവർ. അപ്പോൾ നമുക്ക് ഇറിറ്റേറ്റഡ് ആവും, ഫ്രസ്ട്രേറ്റഡ് ആവും, ഫുൾ പ്രോബ്ലം ആയിരിക്കും. അപ്പം ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അവനെ കൊണ്ടുപോകാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. സോ ഇങ്ങനെ പോകുന്ന ടൈമിൽ എന്തെങ്കിലുമൊക്കെ സ്നാക്ക് പാക്ക് ചെയ്തെടുക്കും. ഇന്ന് നട്ട് ആൻഡ് ഡേറ്റ്സ് ബോളാണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയിട്ടൊരു ചായ വാങ്ങി കുടിക്കും. അപ്പോൾ ഒബ്വിയസ്ലി എന്തെങ്കിലും ഒരു സ്നാക്കും കൂടെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു ടെൻഡൻസി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ഇങ്ങനെ എന്തെങ്കിലും കൈമലെടുക്കാറുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് വേറെ ഒരു എക്സ്ട്രാ സ്നാക്ക് ടൈം ഒഴിവാക്കാമല്ലോ. ഇപ്പോൾ ഓൾറെഡി ഈവനിങ് 5:45 ഒക്കെ ആയി. സ്റ്റിൽ നല്ല വെയിലും ചൂടും ഒക്കെ ഉണ്ട്. പാർക്കിൽ തന്നെ ഇപ്പോൾ കൂടുതലും ആൾക്കാരൊന്നും ഉണ്ടാവാറില്ല. മേ ബി ചൂടുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ പേരും നാട്ടിലൊക്കെ പോയിട്ടുണ്ടാവും വെക്കേഷനൊക്കെ ആയതുകൊണ്ട്. ബട്ട് സ്റ്റിൽ പാർക്കിൽ പോയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്.
ചില ടൈമിൽ ജസ്റ്റ് പുറത്തിറങ്ങുക, കുട്ടികളൊന്ന് ഫ്രീ ആയിട്ട് വിടുക, കളിക്കാൻ വിടുക, അല്ലെങ്കിൽ നമ്മളെ യൂഷ്വൽ റൂട്ടിൽ നിന്ന് ഒരു ചെറിയ ബ്രേക്ക് എടുക്കുക, അതൊക്കെ ഒരു രസമാണ്. കുറച്ച് അവിടെ ഇരിക്കുമ്പോഴേക്ക് ഹസ്ബൻഡ് ഓഫീസ് കഴിഞ്ഞ് വരും. പിന്നെ അവിടെ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കും, സ്നാക്കൊക്കെ കഴിച്ച് അവിടെ ഇരിക്കും. നമ്മൾ കുറച്ച് നേരം പാരൻറ്റ് മോഡിൽ നിന്ന് മാറിയിട്ട് കപ്പിൾ മോഡിലേക്ക് പോകും. പിന്നെ നമ്മൾ തിരിച്ച് റൂമിൽ പോവാണ്. കണ്ടോ 7:15 ആയിട്ടുണ്ട് ടൈം. സ്റ്റിൽ സൺസെറ്റ് ഒന്നും ആയിട്ടില്ല, നല്ല ലൈറ്റാണ് പുറത്ത്. അപ്പോൾ തിരിച്ചു വന്നൊരു 7:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ആസ് യൂഷ്വൽ നമ്മൾ ഡിന്നർ കഴിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ലേറ്റായിട്ടാണ് ഉറങ്ങിയൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് പിന്നെയും വിശക്കും. ആ ടൈമിൽ നമ്മൾ എന്തെങ്കിലും ഫ്രൂട്ട്സോ സാലഡ്സോ ഒക്കെ കഴിക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ നമ്മളൊരു ദിവസം കഴിയും. ഇത്രയ്ക്കാണ് ഒരു ദിവസം എന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ കോമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ.